സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. നമ്മുടെ ഗ്ലാൻസ് നോക്കുമ്പോൾ ഇപ്പോൾ പീനിയൽ ഗ്ലാൻഡ്, അതിന് സ്വാധിഷ്ഠാന ചക്രം അടിവേറിൻ്റെ ഭാഗത്താണ്, മറ്റേ മൂലാധാരം നട്ടലിൻ്റെ ഏറ്റവും താഴെയറ്റാം. ഇത് ലൈംഗികത എന്ന് പറയും, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ ആണ് സൃഷ്ടി, ആ ശ്വാസം ഇവിടെ നിന്നല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലൂടെയും പോകുന്നത് ഇത് ഒരു ശക്തിയാണ്, അതീന്ദ്ര ശക്തി. ഇപ്പോൾ റേക്കി പോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക പവർ കൊണ്ട്, പ്രത്യേക ശക്തി കൊണ്ട്. അപ്പോൾ മറ്റ് സർവ്വചരാചരങ്ങളും നമ്മുടെ തന്നെ ഭാഗമാണ്. ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഇപ്പോൾ 5ഉം 6ഉം കുഞ്ഞുങ്ങളൊക്കെ ഒരു അമ്മയുടെ ഉള്ളിൽ കിടക്കാതിരിക്കട്ടെ, ആ അമ്മയുടെ ജീവൻ തന്നെയാണ് ആ കുട്ടികളുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവിടെ വരുന്ന 7 പോയിന്റ്സ് ആണ് ഈ 7 ചക്രാസ് എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ സാധനകളിൽ ഉപയോഗിക്കുക. അതായത് ബ്രെയിനും നട്ടലിനോട് ചേർന്നുള്ള. അപ്പോൾ നമ്മളെ ആ ശ്വാസം പോയാൽ മാത്രമേ ജീവനില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ ആ ശ്വാസമാണ് നമ്മൾ, അല്ലേ? ആ ശ്വാസമാണ് നമ്മളെങ്കിൽ ആ ശ്വാസം ഇവിടെ നിന്നല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലൂടെയും പോകുന്നത് ഈ ഒരേ ശ്വാസമല്ലേ? ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കാതെ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും ഈ ഒരേ ശ്വാസം ഉള്ളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ പ്രപഞ്ചമാകുന്ന അമ്മയുടെ ഉള്ളിൽ ആ ഒരേ പൊക്കിൾ കൊടിയാവുന്ന ശ്വാസത്തിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കളാണ് നമ്മളെല്ലാവരും. അത് മനുഷ്യൻ മാത്രമല്ല, ഏകകോശ വൈറസും ബാക്ടീരിയയും അമീബയും ഈ സർവ്വചരാചരങ്ങളും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ശക്തിയാണ്, അതീന്ദ്ര ശക്തി. ഇപ്പോൾ റേക്കി പോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക പവർ കൊണ്ട്, പ്രത്യേക ശക്തി കൊണ്ട്. അപ്പോൾ ഇവരെല്ലാം ഈ അതീന്ദ്രിയ ശക്തികൾക്ക് പുറകെയാണ് പോകുന്നത്. പലപ്പോഴും ഇതിൻ്റെ പൊരുൾ എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ശക്തി ഉണ്ടെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ കൂടുതലും പഠിക്കുന്നത്. ഞാനിതിനെ ഒരു സാധനമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. അത് മനുഷ്യന് മാത്രമല്ല, മറ്റ് സർവ്വചരാചരങ്ങളും നമ്മുടെ തന്നെ ഭാഗമാണ്. ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഇപ്പോൾ 5ഉം 6ഉം കുഞ്ഞുങ്ങളൊക്കെ ഒരു അമ്മയുടെ ഉള്ളിൽ കിടക്കാതിരിക്കട്ടെ, ആ അമ്മയുടെ ജീവൻ തന്നെയാണ് ആ കുട്ടികളുടെ ഉള്ളിലൂടെയും കടന്നു പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഒരൊറ്റ ശ്വാസത്തിലാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലേ? എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഇതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ റേക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് റേക്കി മാസ്റ്റർമാരുണ്ട്, അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ റേക്കി പഠിക്കുകയാണെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എനിക്ക് ഗുണങ്ങൾ ഉണ്ടാകുമോ? അതായത് എല്ലാവരും സാമ്പത്തികമാണ് അവരെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അവരുടെ പിന്നെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി അവർ സ്റ്റേബിൾ ആകും എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെല്ലാം സാധിക്കുന്ന ഒന്നാണിത്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ ഷഡ്ചക്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൂലാധാരം മുതൽ ആജ്ഞ വരെ 7 ചക്രാസ് എന്ന് ഈ സഹസ്രാര പത്മത്തെ കൂടെ ചേർത്തിട്ടാണ് 7 ചക്രാസ് എന്ന് പറയാം. അത് ആജ്ഞാചക്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഇപ്പോൾ പ്രപഞ്ചം ഊർജ്ജമാണെന്ന് പറഞ്ഞു, നമ്മളും ഊർജ്ജമാണ്. മാറ്റർ ഈസ് സോളിഡ് എനർജി, ക്വാണ്ടം ഫിസിക്സ് പറയുന്നു. അപ്പോൾ ഇത് എനർജിയുടെ ഒരു സംഘാത ഫലമാണ്. ഈ ഊർജ്ജത്തിൽ നിന്ന് തുടങ്ങിയാലേ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിലേക്ക് തന്നെ ഞാൻ വന്നത്. അപ്പോൾ ഇത് ഊർജ്ജത്തിൻ്റെ സംഘാതമാണ് ഈ ശരീരം. അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ ശരീരം മുഴുവൻ ഊർജ്ജമാണ്. നമ്മളിനി ആവരണം ചെയ്തുകൊണ്ട് ഓറ എന്ന് പറഞ്ഞ ഒരു 7 ലെയേഴ്സ് ഓറ നമുക്കുണ്ട്. ഇതെല്ലാം ഊർജ്ജം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ചില പ്രത്യേക സ്ഥാനത്ത് ഊർജ്ജം കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതിനെ വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയാം. ഇപ്പം മർമ്മങ്ങളെന്ന് പറയണില്ലേ, 107 മർമ്മങ്ങളുണ്ട്. പിന്നെ തിരുമൂലർ വർമ്മോളജിയിൽ കുറേ കൂടി മർമ്മങ്ങളുണ്ട്. അടങ്കൽ വർമ്മം, തൊടുവർമ്മം, പടുവർമ്മം എന്ന പേരിലൊക്കെ അറിയപ്പെടും. അതെല്ലാം ഈ വൈറ്റൽ പോയിന്റ്സിനെയാണ്. അപ്പോൾ ഈ ചക്രാസ് എന്ന് പറയുന്നതും മർമ്മങ്ങൾ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇനി മോഡേൺ സയൻസിൽ ഇതിനെ പ്ലെക്സസ് എന്ന് പറയും. ഇത് ഒരു ന്യൂറോൺസ്, നെർവ്, പിന്നെ ആർട്ടറി, വെയിൻ, അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഹാർട്ട് പോലെയുള്ള, ബ്രെയിൻ പോലുള്ള ഓർഗൻ, ഇങ്ങനെയുള്ള പ്രധാന പോയിന്റ്സാണ് ഈ വൈറ്റൽ പോയിന്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിൽ അങ്ങനെ 8800 പോയിന്റ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. 8800 പോയിന്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ അത്രയും. ഇപ്പോൾ
ബ്രെയിനിൽ നിന്നും നെർവസ് സിസ്റ്റം അതിങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ ശരീരം മുഴുവൻ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ഹാർട്ടിൽ നിന്നും രക്തക്കുഴലിങ്ങനെ ഓരോ കോശങ്ങളിലേക്കും പോവുകയാണ്. തിരിച്ച് വെയിൻ വഴി തിരിച്ച് ഹാർട്ടിലേക്ക് വരികയാണ്. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നമുക്ക് തരുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റം. ഇതൊക്കെ നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പോവുകയാണ്. പിന്നെ മസിലുണ്ട്, ലിഗമെൻ്റ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്. ഇതെല്ലാം തമ്മിൽ പിന്നെ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ എവിടെയെങ്കിലും വെച്ച്. ഇങ്ങനെ പായുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ജംഗ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ജംഗ്ഷൻസ് ഒക്കെ മർമ്മങ്ങളാണ്. അതുകൊണ്ട് അത്രയും പറയാം. അപ്പം അങ്ങനെയുള്ള എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും സുഷുമ്ന എന്ന് പറയില്ലേ, ആ സ്പൈനൽ കോഡും ഉൾപ്പെട്ട അവിടെ വരുന്ന 7 പോയിന്റ്സ് ആണ് ഈ 7 ചക്രാസ് എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ സാധനകളിൽ ഉപയോഗിക്കുക. അതായത് ബ്രെയിനും നട്ടെല്ലിനോട് ചേർന്നുള്ള ഈ ചക്രാസുമാണ് നമ്മുടെ ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ചക്രാസ് എന്ന് പറയുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. നമ്മുടെ ഗ്ലാൻസ് നോക്കുമ്പോൾ ഇപ്പോൾ പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, തൈമസ്, പിന്നെ പാങ്ക്രിയാസ്, അഡിനൽ ഗ്ലാൻഡ്, ഓവറി, ടെസ്റ്റിസ്. ഈ ഗ്ലാൻഡ്സ് എല്ലാം ഈ ചക്രാസിനോട് ചേർന്നാണ് വരുന്നത്. ഓരോ ചക്രാസിൻ്റെയും സ്ഥാനത്താണ് ഗ്ലാൻഡ്സ് വരുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡുകളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എല്ലാം നടത്തുന്നത്. മാനസികവും ഫങ്ഷൻസ് എല്ലാം നടത്തുന്നത് ഈ ഗ്ലാൻഡ്സിൽ നിന്നുള്ള ഹോർമോണുകളാണ്. അപ്പോൾ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കണമെങ്കിലും ചക്രാസ് എല്ലാം പവർഫുൾ ആയിരിക്കണം. ബ്രെയിൻ ഒരു പവർ സ്റ്റേഷനാണെങ്കിൽ ബാക്കിയെല്ലാം സബ്സ്റ്റേഷനാണ്. അപ്പോൾ ഒരു നാട്ടിലൊരു സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റിയുടെ സബ്സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണല്ലോ ആ ഭാഗത്തുള്ള എല്ലാ വീടുകളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും കറണ്ട് പോകുന്നത്. അതേപോലെ അവിടെ ആ പവർ സ്റ്റേഷനായിട്ടുള്ള പിന്നെ സബ്സ്റ്റേഷനായിട്ടുള്ള ആ ഒരു ചക്രാസിൽ നിന്നും എനർജി അതിന് പരിസരത്തുള്ള എല്ലാ ഓർഗൻസിലേക്കും എല്ലാ കോശങ്ങളിലേക്കും എനർജി നൽകുന്നു. അപ്പോൾ അവിടെ എനർജി ബ്ലോക്ക് ആകുമ്പോൾ ആ ഓർഗൻസിൻ്റെയും കോശങ്ങളുടെ വരെ പ്രവർത്തനം നിലയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇനി ഇപ്പോൾ ഓരോന്നും പറയാൻ നമുക്ക് സമയം കൂടുതൽ എടുക്കും ഓരോ ചക്രാസിനെ കുറിച്ച്. എങ്കിലും അതിൻ്റെ ഒരു സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്. ഇനി അനാട്ടമിക്കൽ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനം, ഘടനയും ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കണമെങ്കിൽ ചക്രാസ് പവർഫുൾ ആയിരിക്കണം. ഫിസിയോളജിക്കൽ ഫങ്ഷൻ നടക്കണമെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രവർത്തനം പവർഫുൾ ആയിരിക്കണം. ഇനി സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയുന്ന വിഷയമായിട്ട് കൂടുതൽ പറയേണ്ടത്. അപ്പോൾ ഇത് മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ സ്ഥിതി, സംരക്ഷണം, അതിജീവനം. നമ്മളിങ്ങനെ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ നമ്മളെ പ്രസവിച്ചു, പക്ഷേ എത്ര കുട്ടികൾ ജീവിച്ചു വരുന്നുണ്ട്? പലരും ഇടയ്ക്ക് പൊഴിഞ്ഞു പോകാം. ആരോഗ്യമായിട്ടും നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്ന് ശക്തമായിട്ട് ജീവിച്ചു, നമ്മുടെ ഒരു ഒപ്പിവിടെ വെച്ചിട്ട് പോകുന്നു എന്ന തരത്തിൽ ജീവിക്കണമെങ്കിൽ മൂലാധാര ചക്രം പവർഫുൾ ആയിരിക്കണം. നമുക്ക് ബാഹ്യമായിട്ട് മറ്റ് മനുഷ്യരിൽ നിന്നോ എന്തിൽ നിന്നോ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ വരാം, ജീവിക്കാൻ പറ്റാത്ത തരം. അപ്പം അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യണം എങ്കിൽ ഈ മൂലാധാര ചക്രം പവർഫുൾ ആയിരിക്കണം. പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യുന്നതിന് മൂലാധാര ചക്രം പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. അതെ, ഏത് തരത്തിലുള്ളതാവട്ടെ. ഇപ്പോൾ മൂലാധാര ചക്രത്തിന്റെ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അഡിനൽ ഗ്ലാൻഡാണ്. അഡിനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സിംഹം നമ്മളെ ആക്രമിക്കാൻ എടുക്കുമ്പോൾ നമ്മളൊരു കൈ നോക്കും. ഓടി രക്ഷപ്പെടാനൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു കൈ നോക്കി എന്നിട്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ. അത്രയും വിപതി ധൈര്യം എന്ന് പറയും. ആ വിപതി ധൈര്യം വേണമെങ്കിൽ ഈ അഡിനാലിൻ ഉണ്ടായാലേ പറ്റുള്ളൂ. അത് മൂലാധാരത്തിൻ്റെ ഗ്ലാൻഡാണത്. അപ്പം അങ്ങനെ സ്ഥിതി സംരക്ഷണം, നമ്മളെ തന്നെ സംരക്ഷിക്കുക, എന്തിനേയും അതിജീവിക്കുക, അതാണ് മൂലാധാര ചക്രത്തിൻ്റെ പ്രവർത്തനം. ഇങ്ങനെ ഒരാൾക്ക് പണം വരും, അല്ലെങ്കിൽ എന്ത് ജോലിയിലും നമ്മൾ ശോഭിക്കും, നമ്മൾ ഏതിലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ഇനി മണിപൂര ചക്രം അങ്ങനെ തന്നെയാണ്, അത് പറയാം. ഇനി സ്വാധിഷ്ഠാന ചക്രം അടിവേറിൻ്റെ ഭാഗത്താണ്. മറ്റേ മൂലാധാരം നട്ടലിൻ്റെ ഏറ്റവും താഴെയറ്റാം. സ്വാധിഷ്ഠാന ചക്രം അടിവേറിൻ്റെ ഭാഗത്താണ്, നട്ടലിനോട് ചേർന്ന്. ഇത് ലൈംഗികത എന്ന് പറയും, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, സൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ ആണ് സൃഷ്ടി
സൃഷ്ടി എന്നുള്ള കർമ്മം ദൈവത്തിന്റെ ആണെന്ന് പറയും. പക്ഷെ നമ്മൾ തന്നെയാണ്, നമ്മളിലുള്ളിലുണ്ടല്ലോ ദൈവം. അതെ, അപ്പൊ ആ സൃഷ്ടി എന്നുള്ള കർമ്മം അത്രയും ദിവ്യമെന്ന് വേണമെങ്കിൽ പറയാം. ദിവ്യമായിട്ടുള്ള ഒരു കർമ്മം ആണ് സ്വാധിഷ്ഠാനത്തിന്റെ. സ്വാധിഷ്ഠാന ചക്രം പവർഫുൾ അല്ലെങ്കിലാണ്, വീക്കാണ്, എന്തെങ്കിലും എനർജി ബ്ലോക്ക് ഉണ്ടെങ്കിലാണ് കുട്ടികളാകാതിരിക്കുന്നതും റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നതും. പിന്നെ മണിപൂര ചക്രം ഇനി പഞ്ചഭൂതങ്ങളിൽ ഇതിന് സ്ഥാനമുണ്ട്. മൂലാധാരം പൃഥ്വി, ഭൂമി, സ്വാധിഷ്ഠാനം ജലം, ഇത് അഗ്നിയുടെ സ്ഥാനം, തേജസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ സൗരയൂഥത്തിൽ സൂര്യൻ എന്താണോ പ്രാധാന്യം, ആ ചൂടും വെളിച്ചം ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ജീവജാലങ്ങളെല്ലാം ഉള്ളതും നമ്മൾ ജീവിക്കുന്നതും. അതേപോലെ നമ്മുടെ അഗ്നിയുടെ സ്ഥാനം ഇവിടെയാണ്. ആയുർവേദത്തിൽ അതിനെ ജഠരാഗ്നി എന്ന് പറയും. അപ്പോൾ ദഹിപ്പിക്കുക, പാചനം, പിന്നെ പരിണാമം. ഇപ്പം നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ആ എനർജിയെ കൊണ്ട് കൊടുക്കുന്നു അല്ലേ. നമ്മൾ ആഹാരം കഴിച്ചു, അതിൽ നിന്നും പരിണമിച്ച് പല ഊർജത്തിൻ്റെ ലെവലിലേക്കാണ് ശരീരം മുഴുവനും സപ്ലൈ ചെയ്യണേ. അപ്പോൾ അതെല്ലാം ഇവിടെ എനർജി പവർഫുൾ ആണെങ്കിലേ പറ്റുള്ളൂ. പിന്നെ സ്റ്റൊമക്ക്, ലിവർ, പാങ്ക്രിയാസ്, സ്പ്ലീൻ, ഗാൾ ബ്ലാഡർ, അതിനോട് ചെറുകുടൽ, ഇതെല്ലാം ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നന്നായി പ്രവർത്തിക്കണമെങ്കിൽ ഈ മണിപൂര ചക്രം പവർഫുൾ ആയിരിക്കണം. ഇനി അതിൻ്റെ സ്പിരിച്വൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ശക്തി, വിജ്ഞാനം. ശക്തി എന്ന് പറയുമ്പോൾ എല്ലാത്തരം നമ്മൾ പറയില്ലേ, ശരീരശക്തി, ശരീരബലം, മനോബലം, ആത്മബലം, ഇന്ദ്രിയബലം, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നൊക്കെ പറയുന്ന ആ ശക്തിയെല്ലാം ഈ മണിപൂര ചക്രത്തിൻ്റെയാണ്. അത് അഗ്നിയുടെയാണ്. നമ്മൾ എത്ര പവർഫുള്ളായിട്ടുള്ള ആളും അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ പോലെ ബുദ്ധി രാക്ഷസനായിട്ടുള്ള ഒരാൾ ആഹാരം കൊടുക്കാതെ കുറേ ദിവസം ഇട്ടാലോ, വെള്ളം കൊടുക്കണില്ല, ആഹാരം കൊടുക്കണില്ല, എന്ത് ചെയ്യാൻ പറ്റും? അവശനായി പോകും. അപ്പോൾ ഇത്ര ശക്തി ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആഹാരം ചെല്ലണം. അതിലൂടെയാണ് നമ്മുടെ എല്ലാ പഞ്ചകോശങ്ങളുണ്ട്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ അഞ്ച് കോശങ്ങളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ പവർഫുൾ ആയിരിക്കണമെങ്കിൽ ആഹാരം വേണം. മണിപൂര ചക്രം നന്നായി പ്രവർത്തിച്ചാലാണ് ബുദ്ധിശക്തി. ഇതെല്ലാം അതിൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ബ്രെയിനാണ്. വിജ്ഞാനം അതും ഇവിടെയാണല്ലോ. അപ്പോൾ വിജ്ഞാനം, അതാണ് ഈ സയൻറ്റിസ്റ്റിൻ്റെ കാര്യം പറയാൻ കാരണം. വിജ്ഞാനം എന്നുള്ളത് അത് ബ്രെയിനിൻ്റെ ഫങ്ഷൻ നടക്കണമെങ്കിലും അഗ്നി നന്നായിട്ട് പ്രവർത്തിക്കണം. അവിടെ ഇന്ധനമായിട്ടുള്ള ആഹാരം കൊടുക്കുകയും വേണം. പിന്നെ ഏറ്റവും കേട്ടിട്ടുണ്ട്, ഹയർ ലെവലിലൊക്കെയുള്ള ആൾക്കാർക്ക് ആഹാരം അല്ലാതെ നമ്മൾ ഊർജത്തിൻ്റെ ലെവലിൽ ഊർജത്തിൻ്റെ നമുക്കിവിടെ ഒരു സെയ്ത്ത് ഇന്നാളാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം ആഹാരമൊന്നും കഴിക്കാതെ സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം ആഹാരം, കേട്ടിട്ടില്ലേ? ആളെക്കുറിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 70 വയസ്സെങ്കിലും കഴിഞ്ഞു കാണും ഞാൻ കാണുമ്പോൾ. പക്ഷേ കൊച്ചു കുഞ്ഞിനെ പോലെ സ്കിന്നെല്ലാം ഇരിക്കുന്നത്, ഒട്ടും ദുർമേധസ്സില്ല, കാരണം ആഹാരം കഴിക്കണില്ലല്ലോ. അപ്പം അങ്ങനെയും പറ്റും, അത് ആ ഒരു ലെവലിൽ എത്തണം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ആഹാരം കഴിക്കണം. അത് മണിപൂര ചക്രം. അപ്പം ശക്തി, വിജ്ഞാനം. ഇനി അത് മാത്രമല്ല, നമ്മൾ പറയില്ലേ വിശന്നിട്ട് കണ്ണ് കണ്ടുകൂടാന്ന് പറയും. ആ കണ്ണേ അടഞ്ഞു പോകും. എന്ന് വെച്ചാൽ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ അഗ്നി എന്ന് പറയുമ്പോൾ രൂപം നമുക്ക് കാണണമെങ്കിൽ അഗ്നി വേണം അല്ലേ, പ്രകാശം വേണം. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ണിനും പ്രകാശം തരുന്നത്. കാഴ്ച എന്നുള്ള രൂപം എന്നുള്ള തന്മാത്ര ലെവലിലാണ് അത് പോകുന്നത്. അത് ഈ അഗ്നിയുടെ അതാണ് കഴിവാണത്, കാണുക. അപ്പോൾ അഗ്നി ഇവിടെ ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ കണ്ണിന് കാഴ്ചയിലെ പ്രശ്നം ഉണ്ടാകും. വയറ് നിറച്ച് കഴിച്ചിട്ട് കണ്ണടഞ്ഞു പോകണമെന്ന് പറയും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഇത് പറയുന്നുണ്ട്. നമ്മൾ ഈ തത്വങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ അറിയാതെ നമ്മൾ അറിയാതെ പറയുന്നതില്ല സത്യം. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഏത് ജീവികളായിക്കോട്ടെ പ്രസവിച്ച ഉടനെ കണ്ണുപോലും തുറക്കാൻ പറ്റിയില്ല. പക്ഷെ തപ്പി പൂച്ച, പട്ടി അങ്ങനെയുള്ള ജീവികളെല്ലാം തപ്പിപ്പോയി പാല് കുടിക്കും. മനുഷ്യജീവികളും അങ്ങനെയാണ്. ആ ഒരു അത് ഉള്ളിലുണ്ടത്, അത് ഉള്ളിലുള്ളത്. അതേപോലെ തന്നെയാണ് ഇതും ഉള്ളിലുണ്ട്. വേറൊരു കാര്യം കൂടെ എക്സാമ്പിൾ പറയാം. നമ്മൾ പറയില്ലേ കണ്ടുപിടുത്തം എന്ന് പറയും, ഡിസ്കവറി, റിസർച്ച് എന്നൊക്കെയാണ് പറയുക. എങ്കിൽ അയാൾ ഉണ്ടാക്കി എന്നല്ലേ പറയേണ്ടത്. ഒരു പുതിയൊരു കാര്യം, ഈ വിമാനം കണ്ടുപിടിച്ചു എന്ന് എന്താ പറയേണ്ടത്? കാരണം കണ്ടുപിടിച്ചു, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ, കണ്ടാൽ മതി. റിസർച്ച്, അവിടെ വരുന്നുണ്ട്. ഡിസ്കവറി, കവർ മാറ്റിയാൽ മതി.
എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അറിയാതെ തന്നെ പറയുന്ന വാക്കുകളാണ്. ഇവിടെ എല്ലാം ഉണ്ട്, ഈ പ്രപഞ്ചത്തിൽ എല്ലാ അറിവുകളുമുണ്ട്. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം മതി, അതിനൊന്ന് കണ്ടെത്തിയാൽ മതി. അതുകൊണ്ടാണ് ചിലർ കണ്ടെത്തുന്നു, കാരണം അവരുടെ അത്രയും പവർ, ഇവിടെ ബ്രെയിനിൻ്റെ പവർ വർദ്ധിച്ചു, അതുകൊണ്ടാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അറിവുകളും അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രാജശേഖരൻ, ശൂരനാട് കുഞ്ഞൻ പിള്ള എന്ന് പറയുന്ന മഹാനായ ഒരു സാഹിത്യകാരൻ്റെ മകനാണ്. അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. 45 വർഷത്തിലധികം ന്യൂറോളജിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ പഠന വിഷയം തന്നെ ബ്രെയിനാണ്. അദ്ദേഹം പറഞ്ഞത്, ബ്രെയിൻ എന്ന്, അദ്ദേഹം ഇതെല്ലാം നേരിട്ട് കാണുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ എക്സാമ്പിൾ പറയുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് ആകാശത്തോളം വിസ്തൃതമാണ്, അപ്പോൾ പ്രപഞ്ചത്തോളം. അത് ഇത്രയും തുറന്ന് സർജറിയൊക്കെ ചെയ്തിട്ടുള്ള ആൾ പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് ബിയോണ്ട് ദി ബ്രെയിൻ എന്നാണ്. എന്ന് വെച്ചാൽ അതെ, അപ്പുറത്താണ്. കാരണം അദ്ദേഹം അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ് അതുള്ളത്. അദ്ദേഹം അതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത്. ബ്രെയിനിനെ കുറിച്ചും ന്യൂറോൺസിനെ കുറിച്ചും ഒക്കെ പഠിച്ച ആള്